PC ജോർജിനും BJPക്കും ഷോൺ ജോർജിനും അടക്കം വിമർശനവുമായിട്ട് ദീപിക എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ മുഖപത്രം എത്തിയിട്ടുണ്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഭീഷണികളും വിരട്ടലും ഒന്നും വേണ്ട എന്നാണ്. അവരിവിടെ പറഞ്ഞത് കൃത്യമായ വിമർശനമാണ് ഷോൺ ജോർജും PC ജോർജും ഉന്നയിച്ചത്. അതായത് ബിഷപ്പുമാരൊക്കെ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദീപിക ഇങ്ങനെ വീണ്ടും പ്രതികരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അല്ല, അതിന് ദീപിക ഒരു ക്രൈസ്തവ മുഖപത്രം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കത്തോലിക്ക സഭയുടെ മുഖപത്രം ഒന്നും അല്ലാതെ. കാരണം ദീപിക എന്ന് പറയുന്ന ദിനപത്രം കുറേ കാലം ആരെ കൊണ്ടുനടന്നിരുന്നത്? ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വച്ചുകൊണ്ടിരുന്ന സ്ഥാനത്തിന് വേറെ ആരെങ്കിലും ഭാര്യ എന്ന് പറയാൻ പറ്റുമോ? സമാനം തന്നെയാണത്. കാരണം ഈ പറയുന്ന ദീപിക എന്ന് പറയുന്ന ദിനപത്രം ഫാരീസ് അബൂബക്കർ എന്ന് പറയുന്ന ആളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അയാൾക്ക് കൊടുത്ത് ഇവർ അറക്കൽ പിതാവ് കണ്ടാണ് കൊടുത്തത്. എനിക്ക് ആ പിതാവിൻ്റെ പേര് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരാൾ കോടിക്കണക്കിന് റുപ്യ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും സഭ അതിൻ്റെ മുഖപത്രം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ ദേശാഭിമാനി അല്ലെങ്കിൽ വീക്ഷണം പത്രം വളരെ മോശമായിട്ടാണ് നടക്കുന്നത്. ആരെങ്കിലും വീക്ഷണം പത്രം വെക്കുമോ? ജന്മഭൂമി പത്രം വെക്കുമോ? ദേശാഭിമാനി പത്രം വെക്കുമോ? കേരളമതി പത്രം വെക്കുമോ? ഇത് വിറ്റുപോകും. കാരണം ദീപികയ്ക്ക് അങ്ങനെ ആരും കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇതിൽ സഭയുടെ പത്രമൊന്നുമില്ല. ഈ സഭയുടെ പത്രമൊന്നും അല്ലാത്തത് കൊണ്ട് ദീപിക എന്ന് പറയുന്ന പത്രം പണം വാങ്ങിച്ച് ഫാരീസ് അബൂബക്കറിന് വിറ്റു. അത് വിറ്റ ഏതൊരു പറയുന്നൊരു ബിഷപ്പാണ് അതിൻ്റെ ആൾ. അയാൾ വിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ തന്നെ കുറേ കൂടി സഭയ്ക്കകത്ത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അയാളിന് കൂടുതൽ പണം കൊടുത്ത് അയാൾ മടക്കി വാങ്ങിച്ചു. ആ പണത്തിൻ്റെ കണക്ക് എവിടെയുള്ളത്? അങ്ങനെയൊരു ദിനപത്രമാണ് ദീപിക. അപ്പോൾ ദീപികയ്ക്ക് ഇത്തരം യാതൊരു തരത്തിലും മൂല്യങ്ങൾ ദീപിക ദിനപത്രത്തെ സംബന്ധിച്ചില്ല. അപ്പോൾ അതിൻ്റെ എഡിറ്റോറിയൽ KC വേണുഗോപാൽ എഴുതിയെന്നൊക്കെയാണ് ഇതിനകത്ത് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. ശരിയാവാൻ സാധ്യതയുണ്ട്. പിന്നെ വേണുഗോപാൽ എഴുതിയെന്നുള്ള അതിനോട് എനിക്ക് ആക്ഷേപമുണ്ട് കേട്ടോ. KC വേണുഗോപാൽ എഴുതിയെന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കരുത്. അങ്ങനെ എഴുതാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അയാൾ മറ്റേ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി ആവില്ല. ആ കഴിവൊന്നും അയാളെ സംബന്ധിച്ചില്ല. അത് നമ്മൾ ആരോടും ഉന്നയിക്കേണ്ട. ഏതെങ്കിലും വീക്ഷണം ദിനപത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഇതിൻ്റെ ദീപികയുടെ മുഖപ്രസംഗം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ട്. അതല്ലാതെ കണ്ട് KC വേണുഗോപാലിന് എഴുതി കൊടുക്കാൻ യാതൊരു തരവില്ല. അങ്ങനെ എഴുതി കൊടുക്കാനായിട്ടുള്ള ഒരു ത്രാണിയോ ശക്തിയോ ഭാഷാപരമായിട്ടുള്ള ശക്തിയോ ഒന്നും ഇദ്ദേഹത്തിന് KC വേണുഗോപാലിനുണ്ടെന്ന് ഞാൻ ധരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാവാൻ സാധ്യതയില്ല. ഈ ക്രൈസ്തവ മുഖപത്രം അല്ലാതെ നമ്മൾ വിമർശിക്കുമ്പോഴും ഇത് രൂക്ഷമായ രീതിയിൽ ക്രൈസ്തവർക്ക് വേണ്ടി എന്ന രീതിയിൽ സംസാരിക്കുകയും വിഷം തുപ്പുകയും വർഗീയ വിഷം തുപ്പാൻ ഒരു മടിയുമില്ലാത്ത പത്രമാണ് ദീപിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്രൈസ്തവർക്ക് വേണ്ടിയല്ലേ ഇപ്പോൾ സംസാരിക്കുന്നത്? അല്ല, ക്രൈസ്തവർക്കല്ലോ, ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് രണ്ടും രണ്ടാണ്. ക്രിസ്ത്യാനി വരെ പള്ളി വരെയാണ്, പള്ളിക്കൂടം വരെ എന്ന് പറഞ്ഞ മാതിരിയാ. ഈ ക്രിസ്ത്യാനിയും ക്രൈസ്തവ സഭയും തമ്മിൽ ബന്ധമില്ല. ഏത് ക്രിസ്ത്യാനിയുടെ പ്രശ്നത്തിലാണ് ദീപിക ഇടപെട്ടിരിക്കുന്നതിനായിട്ട് ഇവരൊന്ന് പറയട്ടെ. ഇപ്പം ഞാൻ വേറെ പറഞ്ഞില്ല, അവിടെ തന്നെ വേറെ പിതാവിൻ്റെ പ്രശ്നം ഉണ്ടായി. ആ പിതാവിനെതിരായിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ കൊലവിളി നടത്തിയിരുന്നു. പല ബിഷപ്പിനെതിരായിട്ട് എൻ്റെ ധാരണ. എന്തായിരുന്നു ദീപികയുടെ നിലപാട്? വാർത്ത പോലും ദീപികയിൽ വന്നില്ല. ദീപികയുടെ വാർത്ത എഴുതുന്ന ആളുകളൊക്കെ ആ സമയത്ത് പേനയിൽ മഷി തീരുമായിരുന്നു. അങ്ങനെ പേനയിൽ മഷി തീർന്നിരിക്കുന്ന എഴുത്തുകാരാണ്. കളമശ്ശേരിയിൽ ഒരു കന്യാസ്ത്രീ മഠത്തിന് നേരെ SDPIയുടെ ആക്രമണം ഉണ്ടാവുകയും അവിടെ കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ ഇവിടെ ഹിജാബ് വിഷയവും സാറിന് അറിയാമായിരിക്കുമല്ലോ. ഹിജാബ് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഹിജാബിൻ്റെ ആണെങ്കിലും കളമശ്ശേരി വിഷയമാണെങ്കിലും ഈ തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്നും ദീപിക പ്രതികരിക്കാറില്ല. ഇപ്പം ഹിജാബിൻ്റെ പ്രശ്നം ഉണ്ടായി, അത് തോപ്പുംപടിക്കിലെ മറ്റേ പള്ളുരുത്തിലെ സ്കൂളിലാണ്. ആ സംഭവത്തിൽ ആരാ ഇടപെട്ടത്? അതിൽ ഷോൺ ജോർജ് ഇടപെട്ടിരുന്നു. BJP ആയിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു. ഈ പറയുന്ന സഭാ നേതൃത്വത്തിൽ എവിടെ ഇടപെട്ടത്? സഭാ നേതൃത്വം എന്ന് പറയട്ടെ. ഞാൻ ആ സംഭവമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആളാണ്. സഭാ നേതൃത്വ സംഭവത്തിൽ ഇടപെട്ടിട്ടില്ല. ഇവിടുത്തെ ബിഷപ്പ്മാർ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല. അവർ ആ സമയത്ത് എന്താണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായിട്ട് അവർക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുള്ള പരിശ്രമമായിരുന്നു. ഈ ദീപിക പത്രം അതിന് വലിയ വില കൊടുത്തായിട്ട് എനിക്കറിഞ്ഞുകൂടാ. മറ്റ് കേരളമതി അടക്കമുള്ള പല ദിനപത്രങ്ങളും അതിൻ്റെ വലിയ വാർത്ത കൊടുത്ത സമയത്ത് ദീപിക പോലുള്ള പത്രങ്ങൾ ആ സമയത്ത് അവിടെ വാലും ചുരുട്ടി അവിടെ മാറിയിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് UDFന് സപ്പോർട്ട് ചെയ്യണം. UDF തിരിച്ച് ഭരണത്തിൽ വരണം. UDFിൻ്റെ ഭരണകാലത്ത് ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദീപിക ദിനപത്രത്തിന്, ഇവിടെ പള്ളിയിലെ പാതിരിമാർക്ക്, സഭാ നേതൃത്വത്തിന്, ഇവരൊക്കെ കോടികൾ സമ്പാദിച്ചവരാ ഇതിൻ്റെ പേരിൽ. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഇപ്പം ഡൽഹിയിൽ ഏറ്റവും കണ്ണായുള്ള സ്ഥലത്ത് ജന്തർ മന്ദറിൻ്റെ അടുത്ത് ഇവരുടെ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇവർക്കുള്ളത്, YMCAക്കുള്ളത്. ഇവർ എവിടുന്ന് പണം കൊടുത്ത് വാങ്ങിച്ചതാ? കേരളത്തിലെ ക്രൈസ്തവ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാലയങ്ങളുടെ കണക്കെടുത്ത് നോക്ക്. സേക്രഡ് ഹാർട്ട് അടക്കം കോളേജ് അടക്കമുള്ളത് ഇവരുടെ ഭൂമിയുണ്ട്. എത്ര ഏക്കർ ഭൂമിയുണ്ട്? ഇവരെവിടുന്ന പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്? ക്രിസ്ത്യാനി നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഏത് ഭൂമിയാണ് പള്ളി നടത്തുന്നത്? ഞാൻ ക്രിസ്ത്യാനിയല്ല, അത് ക്ഷമിക്കണം. പള്ളി നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഏത് ഭൂമിയാണ് ഇവർ പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്? ഈ ഭൂമിയെല്ലാം ഒരു കാലത്ത് ബ്രിട്ടീഷുകാരൻ ഭാരതം ഭരിച്ചിരുന്നു. ഇവർ ആരുടെ കൂടെയായിരുന്നു? ഇവർ ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു. അതിന് തെളിവുകളുണ്ടല്ലോ.
ഇപ്പം നിങ്ങളിപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടക്കക്കാർ വസ്തുത ജോർജ് തോമസിനെ പോലുള്ള ആളുകളാണ്. ഈ പറയുന്ന സഭാ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അയാൾ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത് അയാൾ നേതൃത്വമൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു. മഹാത്മാഗാന്ധി സമരത്തിന് പോയി കണ്ടു. TK മാധവനും പോയിരുന്നു, KP കേശവനും പോയിരുന്നു. അവരോടൊക്കെ വരാമെന്ന് പറഞ്ഞതിന് ശേഷം മഹാത്മജി സമരത്തിന് വരുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. മഹാത്മജി ആ സമയത്ത് ജോർജ് തോമസിന് കത്തെഴുതി, ജോസഫ് അയാളുടെ പേര്, അത് കത്തെഴുതി, നിങ്ങൾ സമരത്തിൽ നിന്ന് മാറി നിൽക്കണം. എന്താ കാരണം? ക്രൈസ്തവ സഭയിൽ ഇത്രയും ജാതി പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ പോയിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. നിങ്ങൾ വരുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്? പലപ്പോഴും സഭാ നേതൃത്വത്തിൻ്റെ താല്പര്യപ്രകാരമാണ്. സഭാ നേതൃത്വത്തിൻ്റെ എൻ്റെ താല്പര്യം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ താല്പര്യമാണ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ താല്പര്യമാണ് ഹിന്ദുക്കളുടെ ജാതി വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത്. ഈഴവനും നായരും നമ്പൂതിരിയൊക്കെ തമ്മിൽ അടിപിടി ഉണ്ടാവണം എന്നുള്ള വലിയ മോഹമുള്ളത് ഇവിടുത്തെ ബ്രിട്ടീഷ് സർക്കാരിനാണ്. ആ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിരുന്നവരാണ് കേരളത്തിലെ സഭാ നേതൃത്വം മിക്കവാറും എല്ലാവരും. ഈ ചരിത്രമൃതി ഇവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ട. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് രേഖകളുണ്ടല്ലോ. ഇതിനെക്കുറിച്ചിട്ട് മഹാത്മജീനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ വിവരം അറിഞ്ഞത് CF ആൻഡ്രൂസിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ രേഖയുള്ളത് 1974 തുടങ്ങിയിട്ട് 77 വരെയുള്ള സോവനീർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 50-ാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് അത് കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന വൈക്കം മുനിസിപ്പാലിറ്റി ഇറക്കിയ സോവനീറാണ്. ആ സോവനീർ ഇരുന്ന് വായിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളോട് സമരത്തിൽ നിന്ന് മാറി നിൽക്കാൻ മഹാത്മജി ആവശ്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊരു പുതിയൊരു വാർത്തയല്ല. ഒരുപക്ഷെ ഷോൺ ജോർജിനോ അല്ലെങ്കിൽ PC ജോർജിനൊക്കെ വാർത്തയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ഭാരതവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക്, ഈ നാടിന് ഒറ്റുകൊടുക്കുന്ന കാര്യങ്ങൾക്ക് സഭാ നേതൃത്വം പലപ്പോഴും കൂടെ നിന്നിരിക്കുന്നത് വിദേശികളുടെ കൂടെയാണ്. അപ്പോൾ ഈ പറയുന്ന സഭാ നേതൃത്വം വളരെ മാന്യന്മാരാണ്, വളരെ സൽസ്വഭാവികളാണ്. ഈ തരത്തിലെ കഥയൊന്നും ആരെയൊന്നും പറഞ്ഞൊന്നും പേടിപ്പിക്കേണ്ട. ഇവരുടെ കയ്യിലിരിപ്പ് വളരെ വളരെ മോശമാണ്. ഇവർ ക്രിസ്ത്യാനികൾക്കെതിരാണ്. ക്രിസ്ത്യാനികളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ കേരളത്തിലെ സഭാ നേതൃത്വത്തിന് ഒരു പങ്കുമില്ല. ഇവർക്ക് അക്കാര്യത്തിലില്ല. ഇവർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇതെല്ലാം പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവർ പണം വാങ്ങിച്ചിട്ടാണല്ലോ വിദ്യാർത്ഥികളെ നിയമിക്കുന്നത്. ഇവരുടെ സ്ഥാപനങ്ങളൊക്കെ ഓട്ടോണമസ് ബോഡികളാണല്ലോ പലതും. അവിടെയൊക്കെ നിയമനം നടത്തുന്നത് എങ്ങനെയാ? വിദ്യാർത്ഥികളോട് പണം വാങ്ങിക്കും, അധ്യാപകരോട് പണം വാങ്ങിക്കും, നാട്ടുകാരോട് പിരിവെടുക്കും. അങ്ങനെയാണ് സ്ഥാപനം നടത്തുന്നത്. അങ്ങനെയൊക്കെ സ്ഥാപനം നടത്തിയിട്ട് ചുമ്മാ സേവനമാണ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെയാണ്. ഇത് പലപ്പോഴും കോൺഗ്രസ്സുകാരന് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചേക്കും. പക്ഷേ മലയാള ഭാഷ അറിയാവുന്നവർ, അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ഇതങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി സാധ്യമല്ല. കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കെടുത്താൽ ഏകദേശം 7500 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ക്രൈസ്തവ സഭ നടത്തുന്നത്. അതിലേറിയ പങ്കും വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പറയുന്ന പള്ളിക്കാരെ പണം കൊടുത്ത് വാങ്ങിച്ചാണോ? അല്ലല്ലോ. ഈ പറയുന്ന ദീപിക ദിനപത്രം ഇരിക്കുന്ന സ്ഥലം ആരുടെയാ? അതടക്കി ഇവർ പണം കൊടുത്ത് വാങ്ങിച്ചല്ലോ. ഇവർ പണം കൊടുക്കാതെ വാങ്ങിച്ച് ഇവർ സമ്പത്ത് വാരിക്കൂട്ടിയതിന് ശേഷം ഇവർ പൊതുസമൂഹത്തെ മുഴുവൻ അടക്കി ഭരിക്കാമെന്നുള്ള വ്യാമോഹം ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് ചിലരെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജിഹ്വയായിട്ടാണ് ദീപിക ദിനപത്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഷോൺ ജോർജ് വൈകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർ ധരിക്കുന്നത് വിദേശ ഫണ്ട് വന്നിട്ടാണ്. കേരളത്തിലെ പള്ളികളിൽ എവിടെയാണ് വിദേശ ഫണ്ട് കൊണ്ട് നടത്തുന്നത്? ഒരു ദേവാലയം പറയൂ. എല്ലാ ദേവാലയം ഇവിടുത്തെ പണം കൊണ്ടാണ് നടത്തുന്നത്. മറിച്ച് ഈ പറയുന്ന പണം മുഴുവൻ അടിച്ചു മാറ്റുന്ന ആളുകൾ കേരളത്തിലെ സഭാ നേതൃത്വമാണ്. അവരാണ് ഈ പണം അടിച്ചു മാറ്റുക. പള്ളികളിലേക്കല്ലേ പണം പോകുന്നത്. പള്ളികൾ സംരക്ഷിക്കുന്നത് അതാത് നാടുകളിലെ ക്രിസ്ത്യാനികളായിരിക്കുന്ന അൽമായരാണ് സംരക്ഷിക്കുന്നത്. അവർ ഭണ്ഡാരത്തിലിടുന്ന പൈസയാണ്, അവർ കൊടുക്കുന്ന പണമാണ്. ഒരാൾ മരിച്ചാൽ ഒരു കല്യാണത്തിന് ഒക്കെ ഒരു പള്ളിയിലേക്ക് പണം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പള്ളിയിൽ പലപ്പോഴും പള്ളിയുടെ പെരുന്നാൾ നടത്തുന്നത് സാധാരണക്കാരൻ നടത്തുന്നതാണ്, അല്ലാണ്ട് സഭാ നേതൃത്വം നടത്തുന്ന പെരുന്നാളല്ല. അവിടേക്ക് വരുന്ന സഭാ നേതൃത്വത്തിൽ വരുന്ന ആളുകളുടെ അവർ പോലും വണ്ടിക്കാശ് കൊടുക്കുന്നത് ഈ പറയുന്ന സാധാരണക്കാരാണ്. അങ്ങനെ സാധാരണക്കാരനെ പിഴിയുന്ന ഒരു നേതൃത്വമാണ് ക്രൈസ്തവ സഭാ നേതൃത്വം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ ബിഷപ്പുമാരുടെ കൊള്ള നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ FCRA വേണ്ടാന്ന് പറയുന്നത് അല്ലേ? വിദേശ പണം മൊത്തം അവരടിച്ചു മാറ്റിയാണല്ലോ. ഇതിന്റെ വേറെ പ്രശ്നമുള്ളത്, കേരളത്തിൽ ഈ FCRA എന്ന് പറഞ്ഞാൽ എല്ലാവരും ബാധിക്കുന്നതാണ്. അത് ഹിന്ദുവിനെ ബാധിക്കും, മാതാ അമൃതാനന്ദമയെ ബാധിക്കും, മുസ്ലിങ്ങളെ ബാധിക്കും, അവരുടെ പ്രസ്ഥാനങ്ങളെ MES അടക്കമുള്ള പ്രസ്ഥാനങ്ങളെ ബാധിക്കും, ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെ ബാധിക്കും. അവർക്കാർക്കും തർക്കമില്ലല്ലോ. അതെ, കൃത്യമായിട്ട് പണം ചെലവഴിക്കുന്നതിന്റെ കണക്ക് കാണിച്ചാൽ മതി.
അതുപോലെ വരുന്ന ആവശ്യം എന്താണോ അതിന് ചിലവഴിച്ചാൽ മതി. അത് രണ്ടും ചെയ്യാൻ കഴിയാത്തവർക്കാണ് പ്രശ്നം. ഇവരിത് ചെയ്യുന്നില്ലെന്നേ. ക്രൈസ്തവ സഭാ നേതൃത്വം കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്നവരല്ല. അവർ തട്ടിപ്പ് നടത്തുന്നവരാണ്. അവർ തനി കൊള്ളക്കാരാണ്. അവർ ക്രിസ്ത്യാനികളെ പറ്റിക്കുന്നവരാണ്. അവർ സർക്കാരിനെ പറ്റിക്കുന്നവരാണ്. ഇങ്ങനെ ഇവർ സ്ഥാപനങ്ങളെ എങ്ങനെ ഇവരിത്തരം അടിച്ചുകൂട്ടുന്നത്? ഇത് ഉണ്ടാക്കുക, ഈ സ്ഥാപനത്തിൽ സാധാരണക്കാരന് പങ്കുണ്ടോ? ഉദാഹരണം വെച്ച് നോക്കിയാൽ നമ്മൾ തൊട്ടടുത്തൊരു പള്ളി നോക്ക്, XY ഏത് പള്ളി ആയിക്കോട്ടെ, ആരുടെ ഉടമസ്ഥാവകാശം പള്ളിയിൽ ഇടാർക്കാം? ആ നാട്ടുകാർക്കാണോ? അൽമായർക്കാണോ? അല്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രശ്നമുണ്ട്. ജനാഭിമുഖം വേണോ അൾത്താരാഭിമുഖം വേണോ കുർബാന എന്നുള്ള വലിയ തർക്കം വരുന്നത് ഇതിൻ്റെ പേരിലാണ്. ഈ പറയുന്ന തർക്കത്തിൻ്റെ എല്ലാം പിന്നിൽ സഭാ നേതൃത്വത്തിൻ്റെ സാമ്പത്തിക ക്രമക്കേടാണ് കാരണം. സഭാ നേതൃത്വം പണം അടിച്ചു മാറ്റുന്ന സമയത്താണ് ഈ കുർബാനയുടെ പ്രശ്നം വരിക. അത് ജനാഭിമുഖം വേണോ അൾത്താരാഭിമുഖം വേണോ എന്നുള്ള തർക്കം വരുന്നത് പ്രധാനമായിട്ട് ഇവരുടെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിലാണ്. ഈ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടുപിടിച്ചാലോ എന്നുള്ള സംശയം തന്നെയാണ് ദീപിക ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിലും ബാക്കിയുള്ളതിലും കാണിക്കുന്ന ഈ പറയുന്ന വലിയ വലിയ പദപ്രയോഗങ്ങളൊക്കെ വരുന്നത് സാമ്പത്തിക ക്രമക്കേടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവരെ പണം സമ്പാദിക്കാനുള്ള സഭാ നേതൃത്വത്തിൻ്റെ സ്വഭാവമാണ്. അതിന് ബിഷപ്പുമാർക്ക് പങ്കുണ്ട്, പള്ളിയിൽ അച്ഛന്മാർക്ക് പങ്കുണ്ട്. അല്ലാതെ ഇവരാരും സേവനത്തിൻ്റെ പാതയിൽ വന്നവരല്ല. എനിക്ക് ഒരു സംശയം അവരെ സംബന്ധിച്ച് ഇക്കാര്യത്തിലില്ല. പണമാണ് പണമാണ് പണമാണ്. മറ്റവർക്ക് ഷാജിക്ക് മതമായിരുന്നെങ്കിൽ ഇവർക്ക് പ്രശ്നം പണമാണ് എന്നുള്ളതാണ് ഞാനിതിൽ കൂടി മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.